ഇന്ന് നമുക്കൊരു ബിന്ദി മസാല ഉണ്ടാക്കാം. എൻ്റെ തോട്ടത്തിൽ നിന്ന് തന്നെ ഞാൻ ഈ വെണ്ടയ്ക്കയൊക്കെ പറിച്ചെടുത്ത് ഒരു ബിന്ദി മസാല ഉണ്ടാക്കുവാണ്. ഇത്രയും വെണ്ടയ്ക്ക നമുക്ക് കിട്ടിയിട്ടുണ്ട്. ബിന്ദി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെണ്ടയ്ക്ക നമ്മൾ ഇതുപോലെ നീളത്തിൽ മുറിച്ച് ഇതിൻ്റെ നടു ഒന്ന് കീറി ചെറുതായിട്ടൊന്ന് അങ്ങറ്റം വരെ പോകേണ്ട ചെറുതായിട്ടൊരു വരയിട്ട് കൊടുത്തിട്ട് എല്ലാം ബിന്ദി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാകുമ്പം അതിലേക്ക് എണ്ണ ഒഴിക്കാം. അതിലേക്ക് നമ്മൾ കീറി വെച്ച വെണ്ടയ്ക്ക അതിലേക്കിടാം. ഇത് വറുത്ത് പോരാം. നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ മൂത്തിട്ടുണ്ട്. ഇനി നമുക്കത് കോരി മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് ഒരല്പം ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം പൊട്ടുമ്പം അതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത്, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് അല്ലെങ്കിൽ ചതച്ചത് അതും ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാം. ഉള്ളിയൊക്കെ ഇപ്പം വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുത്തത് അല്ലെങ്കിൽ ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. അതുകൂടി ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിലേക്ക് ഒരു അരക്കപ്പ് തൈരെടുത്ത് അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത് 1/4 സ്പൂൺ ജീരകം പൊടിച്ചത്, 1/4 സ്പൂൺ കുരുമുളക് പൊടി, 1/4 സ്പൂണ് ഗരം മസാല, പിന്നീട് കുറച്ച് ഉലുവ ഇല, കസൂരി മേത്തി എന്ന് പറയും ഉലുവ ഇല, അത് നമുക്ക് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിക്കാൻ കിട്ടും. ഇതെല്ലാം കൂടെ ഈ തൈരിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ തൈരിലേക്ക് ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ഇതിലേക്ക് ഒഴിക്കാം. വയ്ക്കുമ്പോൾ ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ച വെണ്ടയ്ക്ക ഇടാം. കുറച്ച് മല്ലിയിലയും കൂടി ഇടാം. അങ്ങനെ നമ്മുടെ ബിന്ദി മസാല റെഡി ആയിട്ടുണ്ട്.